മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ അന്ന് രക്ഷാപ്രവർത്തന പേരിട്ട് രക്ഷാപ്രവർത്തന നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷനുണ്ട്. 5 സുരക്ഷാ ഉദ്യോഗസ്ഥരെ, മുൻ മുഖ്യമന്ത്രിയുടെ 5 സുരക്ഷാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ SIT രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയിരുന്നു. ഈ പറയുന്ന പരാതിക്കാരെ അടക്കം മൊഴികൾ ശേഖരിച്ചു, സാക്ഷികളുടെ മൊഴികൾ ശേഖരിച്ചു, KSDR അടക്കം തിരുത്തിയെന്ന ഗുരുതരമായ കണ്ടെത്തലുകൾ SIT നടത്തിയിരുന്നു. ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് ഗൺമാന്മാർ മർദ്ദിച്ച ഗൺമാന്മാരടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് നടപടി, സസ്പെൻഷൻ. ഷഫീദ് റാവത്ത് വിവരങ്ങളുമായി ചെയ്യുന്നു. ഷഫീദ് പറയൂ. സുഹൈലെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ നൽകിയ വാർത്ത പോലെ തന്നെ ആലപ്പുഴയിലെ നവകേരള യാത്രക്കിടെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുന്നതിനിടെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലോക്കൽ പോലീസിനെ മറികടന്ന് മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരടക്കമുള്ള 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി കൈക്കൊണ്ടിരിക്കുന്നു. അനിൽകുമാർ, അതേപോലെ സന്ദീപ് ഉൾപ്പെടെയുള്ള സന്ദീപ് അടക്കം വരുന്ന 5 പോലീസ് ഉദ്യോഗസ്ഥർ ആ സംഭവത്തിൽ നേരിട്ടിടപെട്ട അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച 5 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇപ്പോൾ ഉത്തരവിറങ്ങിയിരിക്കുന്നു. SITയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതായത് UDF സർക്കാർ വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പ് ആദ്യമായി നടത്തിയിട്ടുള്ള ഒരു ഓർഡറായിരുന്നു ഈ ആലപ്പുഴ നവകേരള യാത്രക്കിടയിൽ രക്ഷാപ്രവർത്തനം അന്വേഷിക്കണം എന്നുള്ളത്. അതിനുശേഷം ഇന്നലെയാണ് SIT ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തിന് നൽകിയത്. പോലീസ് ആസ്ഥാനത്ത് നൽകിയ റിപ്പോർട്ടിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഗൺമാന്മാർക്കെതിരെ വകുപ്പ് തല നടപടി അടക്കമുള്ള കാര്യങ്ങൾ അത് സൂചിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഈ പറയുന്ന സുരക്ഷ ഒരുക്കുകയായിരുന്നില്ല. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പ്രതിഷേധിക്കാനെത്തിയ പ്രവർത്തകരെ ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയ ശേഷവും അവരെ മർദ്ദിച്ചു. ലാത്തി പോലുള്ള മറ്റൊരു ആയുധം ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ചു. വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്താനുള്ള വകുപ്പുണ്ടെന്നൊക്കെയുള്ളതായിരുന്നു SITയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ ഈ 5 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഗൺമാന്മാർ സ്പെഷ്യൽ ബ്രാഞ്ച് യൂണിറ്റിന് കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മദർ യൂണിറ്റിൽ റിപ്പോർട്ട് ചെയ്ത പലതരത്തിൽ നടപടികൾ വൈകിപ്പിക്കാതെ സംസ്ഥാന പോലീസ് മേധാവി തന്നെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കുകയായിരുന്നു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ ആലപ്പുഴ കോടതിയിൽ കേസിന്റെ നടപടികൾ നടക്കുന്നുണ്ട്. ആലപ്പുഴ കോടതിയെ അറിയിക്കാനുള്ള നീക്കവും അങ്ങനെ ഒരു നിർദ്ദേശം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ഏതായാലും ഏതാണ്ട് 9 മാസത്തിലധികം സമയം രക്ഷാപ്രവർത്തനം എന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വിശദീകരിച്ച CPM ന്യായീകരിച്ച ഒരു സംഭവത്തിലാണ് ഇപ്പോൾ UDF സർക്കാരിന്റെ SIT റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സുഹൈൽ, ഷഫീദ്, സംസാരിക്കുന്ന ദൃശ്യങ്ങളടക്കം ഉണ്ടായ ഒരു സംഭവമാണ്. അതിൽ ഒരു നീതികേടിന്റെ പാഠം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ദൃശ്യങ്ങളടക്കമുള്ള ഒരു കേസിൽ ഈ പറഞ്ഞ ഗൺമാന്മാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസെടുക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അവരെ രക്ഷിക്കാനുള്ള ശ്രമം നീക്കം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് കോടതിയാണ് ഒരു പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ആ ഓർഡറിന്റെ ഒരു മറുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ പുതിയ സർക്കാർ ഭരണത്തിൽ വന്നപ്പോൾ SIT രൂപീകരിക്കുകയും ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ ഈ കേസ് വേറെ രീതിയിൽ, തെറ്റായ രീതിയിൽ ഇതിനെ ഇല്ലാതാക്കാൻ ഉതകുന്ന രീതിയിൽ അന്വേഷിച്ച ഒരു സംഭവം അവിടെ ബാക്കിയാണ്. ആ കേസ് ഡയറി അടക്കം തിരുത്തിയതടക്കമുള്ള ഒരു അന്വേഷണം ഇനി ഉണ്ടാകുമോ? അങ്ങനെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അത് ഉന്നത ഉദ്യോഗസ്ഥരിലേക്കാണ് എത്താൻ പോകുന്നത്. അതിന്റെ ഭാവി സാധ്യതകൾ എന്തൊക്കെയാണ് ഷഫീദ? സുഹൈൽ, ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ, പ്രത്യേകിച്ച് ചില ഉന്നത ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചിട്ടുള്ള ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായിരുന്നു. അതായത് ഈ SIT കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ കേസ് ഡയറി, ആദ്യ അന്വേഷണ സംഘത്തിന്റെ കേസ് ഡയറി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി തിരുത്തി അത് തെളിയിക്കുന്ന ചില തെളിവുകൾ മാത്രമല്ല അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴികളടക്കമുള്ള കാര്യങ്ങൾ SITയുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇടപെട്ട ഉദ്യോഗസ്ഥന്റെ ഓഫീസിലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഇനി മൊഴിയെടുക്കണം, അവരെ ചോദ്യം ചെയ്യണം എന്നുള്ള നിലപാടാണ് SITയെ സംബന്ധിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ MR അജിത് കുമാർ അനൌദ്യോഗികമായി ADGP MR അജിത് കുമാർ അനൌദ്യോഗികമായി ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മറുപടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശദീകരണം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ തിരുത്തൽ നടത്തിയിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത്. മാത്രമല്ല തനിക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം അനൌദ്യോഗികമായി ഉന്നത ഉദ്യോഗസ്ഥരോട് വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ SIT ഇനി ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തിരുത്താൻ നിർദ്ദേശിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്റ്റാഫിലെ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ അടക്കം മൊഴിയെടുക്കും. അതിനുശേഷമായിരിക്കും അക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകുക. സുഹൈൽ, അപ്പോൾ നിലവിലൊരു വകുപ്പ് തല നടപടി ഉണ്ടാകുന്നു. ഷഫീദ് സസ്പെൻഷനിലേക്ക് വരുന്നു. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മെറിറ്റിലേക്ക് വരുമ്പോൾ ഈ പ്രവർത്തകരെ അന്യായമായി മർദ്ദിച്ച സംഭവത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകില്ലേ? ഇവരൊക്കെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ടൊക്കെ നീങ്ങിയിട്ടുണ്ടോ? നിലവിൽ ഈ പറയുന്ന 5 ഉദ്യോഗസ്ഥർ, 5 പ്രതികൾ
നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അനിൽകുമാർ സന്ദീപ് എന്നിവർ ഇതിനോടകം തന്നെ ആലപ്പുഴ കോടതിയിൽ ഇതിനോടകം തന്നെ ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതിലടക്കം അവർ പറഞ്ഞത് താങ്കൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ ജാമ്യം കിട്ടിയില്ലെങ്കിൽ പോലീസ് രാഷ്ട്രീയ വൈരാഗ്യം അടക്കമുള്ള കാര്യങ്ങൾ തീർക്കാൻ സാധ്യതയുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവർ ഇപ്പോൾ ബെയിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ആന്റിസിപ്പേറ്ററി ബെയിലിന് നീക്കം നടത്തിയിരിക്കുന്നത്. എന്നാലും കോടതിയുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. സ്വാഭാവികമായും ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്നു. മാത്രമല്ല, SITയുടെ റിപ്പോർട്ട് അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ പക്കലെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ഗൺമാന്മാരെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സുഹൈൽ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് പേരിട്ട് വിളിച്ച പോലീസിന്റെ അന്യായ അതിക്രമത്തിൽ, സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗൺമാന്മാരുടെ അന്യായ ആക്രമണത്തിൽ കയമ്പുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് SIT റിപ്പോർട്ട് കൂടി പരിഗണിച്ച് DGP 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്ന 5 ഉദ്യോഗസ്ഥർക്ക് വകുപ്പ് തല നടപടി ഉണ്ടായിട്ടുണ്ട്. ഇനി തുടർ കേസും ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലടക്കം വിളിപ്പിക്കും, അറസ്റ്റിനടക്കം സാധ്യതയുണ്ട്. ഇതായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത 5 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിരവധി ആരോപണങ്ങൾ, വിവാദങ്ങളിലൂടെ കടന്നു നീങ്ങിയ ഒരു കേസ് കൂടിയാണ്. ഭരണം മാറിയപ്പോൾ VD സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരുടെ ആക്രമണത്തിൽ രക്ഷാപ്രവർത്തന കേസിൽ SIT അന്വേഷണം നടത്തുമെന്നുള്ളതാണ്. SIT അന്വേഷണം നടത്താൻ പിന്നെ അതിന്റെ ഒരു പശ്ചാത്തലം കൂടി പറയുമ്പോൾ അത് കോടതിയുടെ ഇടപെടൽ കൂടിയാണ്. കോടതിയിൽ ഇത്തരത്തിൽ ദൃശ്യങ്ങളടക്കമുള്ള ഒരു കേസ് അന്വേഷണം അവസാനിപ്പിച്ചെന്ന രീതിയിൽ റിപ്പോർട്ട് വന്ന ഘട്ടത്തിലാണ് കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ പുനരന്വേഷണ ഉത്തരവ് കൂടി ബലമാക്കിക്കൊണ്ടാണ് VD സതീശൻ സർക്കാർ ആദ്യമായി SIT ഈ സംഭവം അന്വേഷിക്കണമെന്ന് ഉത്തരവിടുന്നത്. ഈ SIT SP ഷൗക്കത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈ പറഞ്ഞ 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGP 5 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗൺമാന്മാരടക്കം മുൻ മുഖ്യമന്ത്രി 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.